തൊലി കത്തിച്ചു, ബലാത്സംഗം ചെയ്തു. കഷ്ണങ്ങളാക്കിയ ശവശരീരത്തെ പല പാത്രങ്ങളിലാക്കി വേവിച്ചു. പോലീസുകാരെ പോലും ഞെട്ടിച്ച ഹലോ കിറ്റി മർഡർ കേസ്. 1999 മെയ് ഹോങ്കോങ്ങിലെ യൗമാട്ടെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് അഹോങ് എന്ന 14 വയസ്സുകാരി വലിയ ഭയത്തോടെ കയറി വരുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വൈദ്യുത വയറിൽ ബന്ധിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതം തന്നെ നിരന്തരമായി വേട്ടയാടുന്നുണ്ടെന്ന് അവൾ ഉദ്യോഗസ്ഥരോട് പറയുന്നു. ആദ്യമൊന്നും ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അവർ അത്രയ്ക്കങ്ങ് കാര്യത്തിലെടുത്തില്ല. എന്നാൽ തനിക്കും ആ സ്ത്രീയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് അവൾ പറഞ്ഞതോടെ കാര്യത്തിൻ്റെ ഗൗരവം പോലീസുകാർക്ക് മനസ്സിലായി. ഒട്ടും വൈകാതെ പോലീസുകാർ ആ പെൺകുട്ടിയെ പിന്തുടർന്നു. അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ യാതൊരു അസ്വാഭാവികതയും തോന്നാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ്. അകത്ത് കടന്ന പോലീസ് ഓരോ മുറികളും പരിശോധിക്കുന്നു. ഒടുവിൽ ഒരു മുറിക്കുള്ളിൽ അല്പം വലുപ്പത്തിലുള്ള ഒരു മത്സ്യകന്യകയുടെ രൂപത്തിലുള്ള ഒരു ഹലോ കിറ്റി പാവയെ കാണുന്നു. പാവയിൽ എന്തോ നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിയ പോലീസുകാർ ആ പാവയെ തുറന്നു നോക്കിയപ്പോൾ അവർ ആ കാഴ്ച കാണുന്നത് പാവയ്ക്കുള്ളിൽ ഒരു സ്ത്രീയുടെ വെട്ടിമാറ്റിയ തല. ഉടൻ തന്നെ ഫോറൻസിക് ടീം ഉൾപ്പെടെ ഉള്ളവർ എത്തി അപ്പാർട്ട്മെൻറ്റിൽ പരിശോധനകൾ നടത്തുന്നു. അത് ആരുടെ തലയാണ് എന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു പോലീസിൻ്റെ പ്രധാന ലക്ഷ്യം. കൊല്ലപ്പെട്ടത് 23-കാരിയായ ഫാൻമാനി ആണെന്ന് കണ്ടെത്തി. ഈ കേസ് ഹലോ കിറ്റി കൊലപാതകം എന്നറിയപ്പെട്ടു. ഹോങ്കോങ്ങിൻ്റെ ഓർമ്മയിലെ ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഹലോ കിറ്റി കൊലപാതക കേസിൻ്റെ ഭയാനകമായ കഥയാണ്. 1976 ഷെൻഷനിലാണ് ഫാൻമാനിയയുടെ ജനനം. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫാൻമാനിയെ വീട്ടുകാർ ഉപേക്ഷിക്കുന്നു. അനാഥാലയത്തിൽ ജീവിച്ച ഫാനിനെ 15-ാം വയസ്സിൽ അവിടെ നിന്നും പറഞ്ഞുവിടുന്നു. തുടർന്നുള്ള ഫാൻ്റെ ജീവിതം തെരുവുകളിലായിരുന്നു. തെരുവിലെ ഫാൻ്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. എന്നിരുന്നാലും ഉപജീവനത്തിനായി പല ജോലികളും ഫാൻ ചെയ്തിരുന്നു. ലഹരി സംഘങ്ങളുടെ കൂട്ടിലകപ്പെട്ട ഫാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ലഹരിക്ക് അടിമയാകുന്നു. ലഹരിക്കും ദൈനംദിന ജീവിതത്തിനും വേണ്ടി പണം തികയാതെ വന്നതോടെ ഫാൻ വേശ്യാവൃത്തിയിലേക്ക് തിരിയുകയായിരുന്നു. 1996 ഒരു നൈറ്റ് ക്ലബ്ബിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഫാൻ വിവാഹിതയാകുന്നത്. ഫാനിന് ഒരു മകൻ ജനിക്കുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോയ ഫാനിൻ്റെ കുടുംബജീവിതം ആകെ തകിടം മറിയുകയാണ്. ഫാനും ഭർത്താവും ഒരുപോലെ ലഹരിക്ക് അടിമകളായിരുന്നു. ഇത് അവർക്കിടയിൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 1997 തുടക്കത്തിൽ ഫാൻമാനിയും 34-കാരനായ ചാൻമാൻ ലോക്കിനെ പരിചയപ്പെടുന്നു. ഇരുവരും ഫാൻ ജോലി ചെയ്തിരുന്ന നൈറ്റ് ക്ലബ്ബിൽ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുന്നു. ആ നാട്ടിലെ പ്രധാന ലഹരി കച്ചവടക്കാരനായിരുന്നു ചാൻമാൻ. പൈസയ്ക്ക് നല്ലതുപോലെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഫാൻ വേശ്യാവൃത്തി തുടർന്നിരുന്നു. തക്കം കിട്ടുമ്പോഴൊക്കെയും മോഷണവും പതിവാക്കി. ഒരിക്കൽ ഫാൻ ചാനിൻ്റെ പേഴ്സിൽ നിന്ന് $4000 മോഷ്ടിക്കുന്നു. പക്ഷേ അന്ന് ഫാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവളുടെ ജീവിതത്തെ തന്നെ ഈ മോഷണം മാറ്റിമറിക്കുമെന്ന്. തൻ്റെ പണം മോഷണം പോയത് വിവരം മനസ്സിലാക്കിയ ചാനിന് മനസ്സിലാകുന്നു പണമെടുത്തത് ഫാനാണ് എന്ന്. ഫാനിനോട് $4000 പലിശയായി $10000 നൽകുവാൻ ചാൻ ആവശ്യപ്പെടുന്നു. ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലാതിരുന്ന സമയത്തായിരുന്നു ചാൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. എന്നിരുന്നാലും തന്നാൽ കഴിയുന്ന രീതിയിൽ ഫാൻ $4000 തിരികെ നൽകുന്നു. എന്നാൽ തൻ്റെ പണം മോഷ്ടിച്ച ഫാനിനോട് ചാനിന് വല്ലാത്ത പക തോന്നുന്നു. എങ്ങനെയെങ്കിലും അവളോട് പ്രതികാരം വീട്ടണമെന്ന ചിന്ത ചാനിൻ്റെ ഉള്ളിൽ നിറയുന്നു. ചാനിൻ്റെ സഹായികളായ ല്യൂങ് ഷിങ് ചോയോടും ല്യൂങ് വൈ ലുനോടും ഫാനിനെ തട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു. അവർ ചാനിൻ്റെ ആജ്ഞ പോലെ അനുസരിക്കുന്നു. തട്ടിക്കൊണ്ടുവന്ന ഫാനിനെ നിർബന്ധിത വേശ്യാവൃത്തിക്ക് വിധേയയാക്കുന്നു. നിരവധി പുരുഷന്മാർക്ക് മുന്നിൽ ഒരു കാഴ്ചവസ്തുവിനെ പോലെ അവളെ അവർ പ്രദർശിപ്പിച്ചു. ഫാനിനെ വേശ്യാവൃത്തിയിൽ ഏർപ്പെടുത്തിയാൽ മാത്രം പോരാ എന്ന് തോന്നിയ ചാൻ അവളെ മറ്റൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുന്നു. അവിടെ ചാനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് അവളെ കെട്ടിയിട്ട് മർദ്ദിച്ചു. ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് അവളുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി കെട്ടുന്നു. അവളുടെ തൊലി കത്തിച്ച് ബലാത്സംഗം ചെയ്തു നിർബന്ധിച്ച് മനുഷ്യവിസർജ്യം കഴിപ്പിക്കുന്നു. ഇങ്ങനെ പലതരം ഭീകരതകൾക്ക് ഫാൻ ഇരയായി. ഇതേ സമയത്താണ് ചാനിൻ്റെ കാമുകിയായിരുന്ന 13 വയസ്സുകാരി ആ ഹോങ്ങിനെ കടന്നുവരവ്. ഫാനിനെ ചാനും കൂട്ടർ ഉപദ്രവിക്കുന്നത് കണ്ട അഹോങ് ആദ്യം കരുതിയത് അവർ തമാശയുടെ പുറത്താണ് ഫാനിനെ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹോങ്ങും ഫാനിനെ ഉപദ്രവിക്കുന്നു. ഏറെ നാളുകൾ കടന്നുപോയി. പല രീതിയിൽ അവർ ശാരീരികമായും മാനസികമായും ഫാനിനെ പീഡിപ്പിച്ചു. ചാനിൻ്റെ കൂട്ടരുടെയും തുടരെയുള്ള പീഡനങ്ങൾ കാരണം ഫാനിന് ശരിക്കും ഒന്നും ശബ്ദിക്കുവാൻ പോലും കഴിയാതെ ലൈംഗികമായും മാനസികമായും കൊടിയ പീഡനങ്ങളേറ്റിട്ട് പോലും ഒന്ന് ഉച്ചത്തിൽ കരയുവാൻ പോലും ഫാനിന് കഴിഞ്ഞിരുന്നില്ല. പ്രതികരിക്കുവാൻ പോലുള്ള ശേഷി ഫാനിന് നഷ്ടപ്പെട്ടിരുന്നു. അവർ നിരന്തരമായി അവളെ ശാരീരികമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ അവളെ ശുചിമുറിക്കുള്ളിൽ പൂട്ടിയിടുന്നു. പിന്നീട് അവർ കതവ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ജീവനറ്റ ഫാനിൻ്റെ ശരീരത്തെയായിരുന്നു. ഫാനിനെ കാണാതെ ഏകദേശം 1 മാസം ആവാറായപ്പോഴേക്കും ഫാൻ കൊല്ലപ്പെടുന്നു. ഫാൻ മരണപ്പെട്ടു എന്ന് ഉറപ്പായി അവർക്ക് അവളുടെ ശവശരീരത്തെ എന്ത് ചെയ്യുമെന്നുള്ള കുഴപ്പത്തിലായി. ഒടുവിൽ അവർ ശുചിമുറിയിൽ വച്ചു തന്നെ ഫാനിൻ്റെ ശരീരത്തെ കൊച്ചു കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുന്നു.
പിന്നീട് കഷ്ണങ്ങളാക്കിയ ശവശരീരത്തെ പല പാത്രങ്ങളിലാക്കി വേവിക്കുന്നു. വേവിച്ച ശവശരീരങ്ങൾ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കെട്ടി പട്ടണത്തിൻ്റെ പല പ്രവിശ്യകളിലായി ഉപേക്ഷിക്കുന്നു. ബാക്കി അവശേഷിച്ച ആന്തരിക അവയവങ്ങൾ കവറിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നു. എന്നാൽ ഫാനിൻ്റെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റിയ തല അവർ ഒരു ഹലോ കിറ്റി പാവയ്ക്കുള്ളിൽ വച്ച് തുന്നിവയ്ക്കുന്നു. 1999 ഏപ്രിൽ 15 ഫാൻ കൊല്ലപ്പെടുന്നു. പിന്നെയും ഒരു മാസം കടന്നുപോയി. ഫാനിനെ കുറിച്ച് ചാനും കൂട്ടരും മറന്നു തുടങ്ങി. അപ്പോഴും ആ ഹോങ്ങിനെ വിട്ടുമാറാതെ ഫാനിൻ്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഫാൻ പ്രാതമായി മാറി ആ ഹോങ്ങിനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ഫാനിൻ്റെ മരണത്തിൽ തനിക്കും പങ്കുണ്ടെന്ന് ബോധ്യമുള്ള ഹോങ് 1999 മെയ് മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ ഹോങ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസന്വേഷണം ആരംഭിക്കുന്നത്. ഹോങ്ങിൻ്റെ തുറന്നു പറച്ചിൽ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു. പക്ഷേ അത് സത്യമായിരിക്കാൻ സാധ്യതയില്ലെന്ന് പലരും കരുതിയെങ്കിലും പോലീസ് കണ്ടെത്തിയ തെളിവുകൾ അമ്പരപ്പിക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരുന്നു. ഫാൻമാനിയെ പീഡിപ്പിച്ച അപ്പാർട്ട്മെൻറ്റിലെ ഷീറ്റുകളും കർട്ടനുകളും മുതൽ ടവലുകളും വെള്ളിപ്പാത്രങ്ങളും വരെ ഹലോ കിറ്റിയുടെ മാതൃകയുള്ളതായിരുന്നു. ചാനിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. നിർഭാഗ്യവശാൽ ഫാൻമാനിയുടെ ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് പോലീസിനും മെഡിക്കൽ എക്സാമിനർമാർക്കും ഫാനിൻ്റെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലഹരിക്ക് അടിമയായിരുന്ന ഫാൻ മരണപ്പെടുവാൻ കാരണം മയക്കുമരുന്ന് അമിതമായി ഉള്ളിച്ചെന്നതുകൊണ്ടാണ് എന്ന് പ്രതിഭാഗം വാദിക്കുന്നു. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ അത്ര കണ്ട് വലിയ ശിക്ഷയൊന്നും ആ 3 പേർക്കും ലഭിക്കുന്നില്ല. ആ ഹോങ്ങിൻ്റെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് കോടതി അവളെ വെറുതെ വിടുന്നു. ഇതാണ് ലോകത്തെ ഞെട്ടിച്ച ഹലോ കിറ്റി മർഡർ കേസ്.